അതിനു മുമ്പായിട്ട് പ്രാർത്ഥിക്കാം, മംഗളാചരണം ചെയ്യാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാം രാം ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീ ഗുരു ദീനതാരിണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യമേശ്വരം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഈ ഒരു കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യം എന്ത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ മാർക്കറ്റിൽ നിന്ന് അതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ കിട്ടും, അല്ലേ? യൂസർ മാനുവൽ എന്തിനാണ്? അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ യൂസർ മാനുവൽ ഉപയോഗിച്ച് നമ്മൾ ശരിയായിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചു കാലം അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? പെട്ടെന്ന് നശിച്ചു പോകുന്നു, അല്ലേ? അതേപോലെ നമ്മുടെ ഈ ശരീരം ഭഗവാൻ തന്നിട്ടുള്ളതാണ്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവാത്മാവ് എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ അതെങ്ങനെ ഉപയോഗിക്കണം ഈ ഒരു മനുഷ്യജന്മം എന്നുള്ളത് ശ്രീമദ് ഭഗവത്ഗീതയിലാണ് പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീത അതുകൊണ്ട് നമുക്കൊരു യൂസർ ഗൈഡായിട്ട് പറയാം. അതായത് നമുക്ക് മനുഷ്യന്മാരുടെ, നമ്മുടെ എല്ലാവരുടെയും ഒരു മാനുവലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭഗവത്ഗീതയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ വളരെ വളരെ പ്രാധാന്യമുണ്ട് ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ മനസ്സിലാക്കേണ്ടതും അതിൽ നിന്നുള്ള ലെസൺസ് എന്തൊക്കെയാണോ അതൊക്കെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ ആചരിക്കുക എന്നുള്ളത്. അത് പറയുന്നേക്കാൾ മുമ്പ് ഉള്ള സമയത്തിൽ നമ്മൾ ഒരു കഥ നമുക്ക് കേൾക്കാം. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവ് വളരെ നല്ല രീതിയിൽ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതായത് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു നല്ലൊരു പുണ്യാത്മാവാണ് അദ്ദേഹം. രാജ്യത്തിലെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തെ. ഒരുപാട് ചാരിറ്റി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രജകളെല്ലാവരും സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണത്തിൽ. പക്ഷേ ചെറിയൊരു കുറവ് മാത്രം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറവ് എന്തായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഭക്തി എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. പക്ഷെ ദാനധർമ്മം ചെയ്യുന്നു, മനുഷ്യരെ സഹായിക്കുന്നു, നല്ല പേരുണ്ട്, പ്രശസ്തിയുണ്ട്, ഒരുപാട് ധനമുണ്ട്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. പക്ഷേ ഭക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അത്ര അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇത് അറിയാവുന്ന ഒരു സാധു, അതായത് ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ ഒരു ദിവസം വന്നു. അത് വന്ന സമയത്ത് ഇദ്ദേഹത്തെ കണ്ടു. ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് പോയി, കൊട്ടാരത്തിലേക്ക് പോയി സംസാരിക്കുന്നു. അപ്പോൾ ഈ സാധുവിനെ അറിയാം, സന്യാസിക്ക് അറിയാം, ഈ രാജാവിന് ബാക്കി എല്ലാം നല്ലതാണ്, അദ്ദേഹം നല്ലൊരു പുണ്യാത്മാവാണ്. പക്ഷേ ഈ ഭക്തിയും കൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുവാണെങ്കിൽ അദ്ദേഹം വലിയൊരു ഉദാഹരണമാവും ലോകത്തിൽ എല്ലാവർക്കും എന്നുള്ളത് ഈ സാധുവിന് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്തിയുടെ പ്രാധാന്യം, ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം, ഡിവോഷൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം രാജ്യത്തിലേക്ക് പോകുന്നത്. പക്ഷേ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, രാജാവ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. സാധുജനങ്ങളാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് പറ്റാവുന്നതിനെ മാക്സിമം ട്രൈ ചെയ്യും. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഇദ്ദേഹം അത്
ഉൾക്കൊള്ളുന്നില്ല. ഇത് മാത്രം ചെയ്യുന്നില്ല, ബാക്കി എല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. സാധു വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി വേണ്ട രീതിയിൽ എല്ലാവിധ യുനോ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. ഒരു അതിഥിയെ സ്വീകരിക്കുന്നതിൻ്റെ മാക്സിമം നല്ല രീതിയിൽ അദ്ദേഹം ചെയ്യുന്നു. എല്ലാവരോടും ബഹുമാനമുണ്ട്, സാധുവിനെയും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഉപദേശം മാത്രം അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറല്ല. അതാണ് പ്രശ്നം. സാധുവാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അവസാനം ഇദ്ദേഹം റിപ്പീറ്റഡ്ലി വരുവാണ്. അതായത് വീണ്ടും വീണ്ടും രാജ്യത്തേക്ക് വന്നു ഇതാണ് പറയുന്നത്. അവസാനം ഈ രാജാവിന് ദേഷ്യം വന്നു. അവസാനം രാജാവ് പറഞ്ഞു, ഇനി ഇത് പറയാനാണ് അങ്ങ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അങ്ങേക്ക് ഇനി വരാതിരിക്കാം, ഇങ്ങോട്ട് വരണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. സാധു ജനങ്ങളാണെങ്കിൽ അവരൊക്കെ വാക്ക് തർക്കത്തിന് ഒന്നും പോയില്ല. അവർ പറഞ്ഞു, ഓക്കെ അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹം, ശരി ഞാൻ ഇനി മുതൽ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം സാധു പോയി അവിടെ നിന്ന്. പക്ഷേ ഒരു കാര്യം പറഞ്ഞു സാധു, ഇനി ഞാൻ വരാതിരിക്കണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. അത് ചെയ്യുകയാണെങ്കിൽ ഞാൻ വരില്ല, അല്ലെങ്കിൽ ഞാൻ ഇനിയും വരും. അപ്പോൾ രാജാവിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഇയാളെ ഒഴിവാക്കണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. എന്നിട്ട് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സാധു പറഞ്ഞു, സന്യാസി പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ വലിയ പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു രാജാവാണ്, നിങ്ങൾക്ക് ഒരുപാട് മന്ത്രിമാരുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു ഒരു മന്ത്രിയും കൂടെ നിങ്ങളുടെ രാജ്യത്ത് വേണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എങ്ങനത്തെ മന്ത്രി ആയിരിക്കണം? അതായത് ഈ രാജ്യത്തിലെ ഏറ്റവും വിഡ്ഢിയായിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ നിങ്ങളുടെ മന്ത്രിയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ രാജ്യത്ത് എനിക്ക് ഒരുപാട് മന്ത്രിമാരുണ്ട്, ഇനി വിഡ്ഢിയായിട്ടുള്ള മന്ത്രിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ചീഫ് മിനിസ്റ്റർ ആക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചീഫ് മിനിസ്റ്റർ ആക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ഒന്ന് ആലോചിച്ചു അതെങ്ങനെ ശരിയാവുന്നേ. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അറിയാം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സഹായിക്കാൻ. ഓക്കെ, ഇദ്ദേഹത്തെ ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, ഒരു ഡമ്മി പോലെ വെക്കാം, സാരമില്ല, എങ്ങനെയെങ്കിലും ഈ സന്യാസി ഇവിടെ വരുന്നത് നിർത്തണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അത് പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു, അംഗീകരിച്ചു. അത് പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ അങ്ങ് ഇത് പറയുകയാണെങ്കിൽ ശരി, ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് സാധു അവിടെ നിന്ന് പോയി ഇവിടെ ഈ രാജാവിന്റെ മന്ത്രിമാരെയൊക്കെ കൂടി ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ മന്ത്രിമാരോട് പറഞ്ഞു, നിങ്ങൾ ഈ രാജ്യം മുഴുവനും നടന്നിട്ട് ഏറ്റവും വലിയൊരു വിഡ്ഢിയെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇവര് അതിനു വേണ്ടിയിട്ട് ഇറങ്ങി, എല്ലാ മന്ത്രിമാരും ഇറങ്ങി നടക്കുവാണ് വിഡ്ഢികളെ കണ്ടുപിടിക്കാൻ. ഒരു വിഡ്ഢിയെ കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ വിഡ്ഢിയായിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫൂൾ. പക്ഷേ ഒരുപാട് നടന്നു. അപ്പോൾ പലതരത്തിലുള്ള വിഡ്ഢികളെ ഇവർ കണ്ടു. അതായത് ബുദ്ധിയില്ലാത്തവര്, സംസാരിക്കാൻ അറിയാത്തവര്, ഓരോ വിഡ്ഢിത്തങ്ങൾ ചെയ്യുന്നവര്, അങ്ങനെ പല ആളുകളെയും കണ്ടു. പക്ഷേ ഇതിൽ ഏറ്റവും നല്ല വിഡ്ഢി ആരാണെന്ന് ഇവർക്ക് തിരിച്ചറിയുന്നില്ല. വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെ നമ്മൾ തിരിച്ചറിയും? അവസാനം ഇവർ നടന്ന് ക്ഷീണമായി കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പോയപ്പോൾ ഒരു മരത്തിന്റെ മുകളിൽ ഒരാളിരിക്കുന്നുണ്ട്. അദ്ദേഹം ആ മരത്തിന്റെ മുകളിൽ ഇരുന്ന് അതേ കൊമ്പ് തന്നെ മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവർ കാണുന്നുണ്ട്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കാന്ന് കേട്ടിട്ടില്ലേ? അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ആരും ചെയ്യില്ല. കാര്യം മുറിച്ചു കഴിഞ്ഞാൽ, കൊമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ നിലത്ത് വീഴും അല്ലെ, വലിയൊരു മരമാണ്. അപ്പോൾ ഇവരിത് കണ്ടു നോക്കി നിന്നു. അപ്പോൾ മനസ്സിലായി ഇദ്ദേഹം നമ്മൾക്ക് പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം എന്തായാലും ചെയ്യണമെന്ന് നോക്കാൻ എന്ന് വേണ്ടി. ഇയാളോട് പറഞ്ഞു ഇവരെല്ലാവരും കൂടിയിട്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മരത്തിന്റെ മുകളിലിരിക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങൾക്ക് കണ്ടുകൂടെ, ഞാൻ മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊമ്പ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊമ്പ് മുറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താഴെ വീഴില്ലേ എന്ന് ഇവർ ചോദിക്കുന്നുണ്ട് മന്ത്രിമാര്. താഴെ വീഴുന്നു നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ഞാൻ താഴെ വീഴില്ല, ഞാൻ ഇതിനു മുമ്പ് കുറെ കൊമ്പുകൾ മുറിച്ചിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇവര് തമ്മിൽ ഇങ്ങനെ വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നു ഞാൻ വീഴില്ല. അവസാനം ഇദ്ദേഹം മുറിച്ചുകൊണ്ടിരിക്കുന്നു. മുറിച്ച് അവസാനം ഇവരുടെ മുമ്പിൽ തന്നെ അയാൾ വീണ് കഴിഞ്ഞപ്പോൾ ഇയാൾ ഉടനെ തന്നെ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ഇവരോട് പറഞ്ഞു, ഇവരെ കെട്ടിപ്പിടിക്കുന്നു, കാലിൽ വീഴുന്നു. നിങ്ങൾ വല്ല ജ്യോത്സ്യന്മാരാണോ? ഞാൻ അവിടെ നിന്ന് വീഴുന്നത് നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്തുള്ളൂ. നിങ്ങൾ സാധാരണ ആൾക്കാരൊന്നുമല്ല. ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ അവിടെ നിന്ന് വീഴുന്നത് നിങ്ങൾക്ക് എന്നെ മനസ്സിലായി. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ആർക്കാണ് അറിയാത്തത് ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ വീഴും എന്നുള്ളത് ഇവർ ചിന്തിക്കുകയാണ്. പരസ്പരം ഇവർ സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ പറയുന്നു, ഇതിനും വലിയൊരു വിഡ്ഢി വേറെ ഉണ്ടാവില്ല, ഇത് വലിയൊരു കണ്ടുപിടുത്തമോ അല്ലെങ്കിൽ ഇതിന്റെ ജ്യോതിഷമോ അറിയേണ്ട കാര്യമില്ല, ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു കഴിഞ്ഞാൽ താഴെ വീഴും എന്നുള്ളത്. പക്ഷെ ഇയാള് അത് വലിയൊരു സംഭവമായിട്ട് എടുത്ത് പറയുവാണ്.
അപ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിനോട് പിന്നീട് സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇദ്ദേഹം പരമവിഡ്ഢിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചു, ശരി ഇയാളെ കൊണ്ടുപോകാം നമുക്ക് രാജാവിൻ്റെ അടുത്തേക്ക്, നല്ല ശരിയായിട്ടുള്ള കാൻഡിഡേറ്റിനെ കിട്ടി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ കൊണ്ടുപോയി രാജാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം അങ്ങ് പറഞ്ഞതുപോലെ സാധു പറഞ്ഞതിനനുസരിച്ച് ഒരു ഏറ്റവും വലിയ വിഡിയെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പോയിന്റ് ചെയ്തോളൂ ചീഫ് മിനിസ്റ്റർ ആയിട്ട്. രാജാവ് പറഞ്ഞു സന്തോഷമായി രാജാവിന്. ഇയാൾക്കാണെങ്കിൽ താല്പര്യമില്ല. ഇയാൾ പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്തൊന്നും നിൽക്കാൻ സാധിക്കില്ല, എനിക്ക് ചീഫ് മിനിസ്റ്റർ ഒന്നും ആവാൻ സാധിക്കില്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള ജോലിയുണ്ട്, നിങ്ങളുടെ കൂടെ ഈ രാജ്യത്ത് നിൽക്കാൻ സാധിക്കില്ല. രാജാവിന് ദേഷ്യം വന്നു. കാര്യം സാധു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ രാജാവിന് ഇയാളെ പിടിച്ചു നിർത്തിയേ പറ്റൂ. രാജാവ് പറഞ്ഞു, നിങ്ങൾ നിന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, എനിക്ക് താല്പര്യമില്ല അവിടെ നിൽക്കാൻ. അവസാനം ഇവരൊരു അഗ്രിമെന്റിലെത്തി. അഗ്രിമെന്റ് എന്താണെന്ന് വെച്ചാൽ രാജാവിനോട് ചോദിച്ചു, ഇനി ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ന് എനിക്ക് പോകാൻ സാധിക്കും, ഇവിടെ നിന്ന് എത്ര കാലം നിൽക്കേണ്ടി വരും? രാജാവ് പറഞ്ഞു, നിന്നേക്കാൾ വലിയൊരു വിഡ്ഢിയെ നീ കൊണ്ടുവരുവാണെങ്കിൽ, അയാളെ നീ ചീഫ് മിനിസ്റ്റർ ആക്കുകയാണെങ്കിൽ, നിന്റെ സ്ഥാനം അയാൾക്ക് കൊടുത്തതിന് ശേഷം നിനക്ക് ഈ രാജ്യത്ത് നിന്ന് പോവാം. അതാണ് അവർ തമ്മിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അന്നത്തെ മുതലൊരു ഡ്യൂട്ടിയാണ് വലിയൊരു വിഡ്ഢിയെ കണ്ടുപിടിക്കുന്നത്. ഓൾറെഡി ഇയാൾ വിഡ്ഢിയാണ്, വേറൊരു വിഡ്ഢിയെ കണ്ടുപിടിക്കണം എന്നുള്ളത്. ശരി, അദ്ദേഹം അവിടെ ജോലി തുടർന്നു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ഇയാൾ തപ്പുന്നുണ്ട്, ആരും കിട്ടുന്നില്ല. ഒരുപാട് നടന്നു, ഒരു വിഡ്ഢിയും കിട്ടുന്നില്ല. ഇയാളാണെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ കാലം. അങ്ങനെ രാജാവിന് വയസ്സായി തുടങ്ങി. രാജാവ് വയസ്സായി കിടക്കാൻ മരണക്കിടക്കയിൽ എത്തി അദ്ദേഹം. ഇപ്പൊ രാജാവിന് കുറച്ച് ബുദ്ധി തെളിഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് പൈസ ഉണ്ടാക്കി, ഒരുപാട് രാജ്ഞിമാരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഇതുവരെ കിട്ടിയിട്ടില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അതെന്താണ് സംഭവം? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, സംതിങ് ഈസ് റോങ്, ഐ ഹാവ് നോട്ട് ഡൺ സംതിങ് വിച്ച് ഐ വാസ് സപ്പോസ് ടു ഡു എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഇനി കുറച്ച് ദിവസത്തിനകം ഞാൻ മരിക്കും. അതുകൊണ്ട് അദ്ദേഹം പറയുവാണ്, അദ്ദേഹം ഈ ചീഫ് മിനിസ്റ്ററിനെ ആദ്യം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ഒരു വലിയ യാത്രയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിക്കാൻ പോവാണെന്നാണ് പറയുന്നത്. ഈ പറയുന്നത് ആരോടാണ്? വിഡ്ഢിയായിട്ടുള്ള മിനിസ്റ്ററിനോട്. ഇത് കേട്ടപാടെ അദ്ദേഹം ചോദിച്ചു, എങ്ങോട്ടാണ് അങ്ങ് പോകുന്നത്? ഞാൻ രഥമൊക്കെ അറേഞ്ച് ചെയ്യാം, എത്ര രഥം വേണം, കൂടെ ആരൊക്കെ വരുന്നുണ്ട്? ഇയാള് പറഞ്ഞു, രാജാവ് പറഞ്ഞു, അങ്ങനെ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ലാതെ ഞാൻ മാത്രം പോകേണ്ട സ്ഥലവും. അങ്ങനെയാണെങ്കിലും അപ്പൊ അങ്ങയുടെ ഭക്ഷണം എങ്ങനെ ശരിയാവും? ആരെങ്കിലും വരണ്ടേ കൂടെ? അങ്ങേക്ക് കുക്ക് ചെയ്ത് തരാൻ, അങ്ങയെ സഹായിക്കാൻ ആരെങ്കിലും കൂടെ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവിടെയുള്ള അങ്ങയുടെ രാജ്ഞിമാരോടൊക്കെ ഞാൻ പറയാം, എല്ലാവരോടും റെഡിയാവും പറയാം, എന്നിട്ട് നമുക്ക് യാത്രയ്ക്ക് പോവാം. ഇയാൾ ചിന്തിക്കുവാണ്, രാജാവ് ഇയാളെ ഇപ്പോഴും ഇത്രയും 50 വർഷം കഴിഞ്ഞു ഇയാളെ രാജ്യത്ത്, ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ ആ ഒരു ഫൂളിഷ്നെസ് പോയിട്ടില്ല, ഇങ്ങനെ ഒരു വിഡ്ഢിയെ കണ്ടിട്ടില്ല. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഇൻഡയറക്ട്ലി ഇദ്ദേഹം പറയുവാണ് ഞാൻ മരിക്കാൻ പോവാണെന്ന്, പക്ഷേ ഇദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നേ ഇല്ല. അങ്ങനെ പല രീതിയിൽ ഇദ്ദേഹം പറഞ്ഞു. അവസാനം ഇദ്ദേഹം പറഞ്ഞു, ആർക്കും വരാൻ സാധിക്കില്ല, ഞാൻ മാത്രം പോകേണ്ട സ്ഥലമാണ് എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഇയാൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും വരാം അങ്ങയുടെ കൂടെ, കാര്യം അങ്ങേക്കൊരു സഹായമാവുമല്ലോ. ഇയാള് രാജാവിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ മരണക്കിടക്കയിലാണ്. അങ്ങനെ അവസാനം ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോയി കാണണം, എനിക്ക് കാണണ്ട തന്നെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ നിനക്ക് വേറെ ഒരാളെ കണ്ടുപിടിക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചു അതിൻ്റെ ഇടയിൽ. കാര്യം ഇയാളെ അങ്ങനെ പറഞ്ഞു വിടാനും സാധിക്കില്ല, അതല്ല വ്യവസ്ഥ, അങ്ങനെയല്ലല്ലോ. രാജാവിനോടപ്പോൾ ഇയാള് അത്രയും നേരം ഒന്നും ഇതുപോലെ വിഡ്ഢിയായിട്ടിരുന്ന ഈ ഒരു മന്ത്രി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള മന്ത്രിയാവുന്ന സമയത്ത് ഒരു വടി കൊടുത്തിരുന്നു. ആ വടി തിരിച്ച് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്നേക്കാൾ വിഡ്ഢിയായിട്ടുള്ള ഒരു പരമവിഡ്ഢിയെ കണ്ടുപിടിച്ചു, അത് അങ്ങ് തന്നെയാണ്. ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ കുറച്ച് ബോധം വന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം കരഞ്ഞു തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം ആരായിരുന്നു വെച്ചാൽ, ഇദ്ദേഹം മറ്റേ സാധുവിന്റെ സന്യാസിയുടെ ഒരു ശിഷ്യനായിരുന്നു. അദ്ദേഹം വേഷം മാറിയിട്ട് ഇങ്ങനെ ഒരു റോൾ എടുത്ത, ഒന്ന് ആലോചിക്കണം, 60 വർഷത്തോളം രാജാവിന്റെ കൂടെ നിൽക്കുമായിരുന്നു. എന്തിന്? ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. ഈ ഒരു ദിവസം വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ മന്ത്രിപദം ഹാൻഡ് ഓവർ ചെയ്തിട്ട്, നിങ്ങൾ രാജാവും ആയിക്കോളൂ, മന്ത്രിയും ആയിക്കോട്ടെ, ആരെങ്കിലും ആവട്ടെ, നിങ്ങളെ പോലെ പരമവിഡ്ഢി ഇല്ല കാര്യം. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താണ് നേടിയത്?
നിങ്ങൾ പറഞ്ഞു മരിക്കാൻ പോവാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ നേടിയിട്ടുള്ള സാമ്രാജ്യം, ഇത്രയും രാജ്ഞിമാര്, സ്വത്ത്, എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു മുട്ട സൂചിയെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. രാജാവിനാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല. അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തോട് പറയുവാണ്, മന്ത്രിയോട്, ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ ആ സാധുവിന്റെ സന്യാസിയുടെ ശിഷ്യനാണെന്നുള്ളത്. എന്തുകൊണ്ട് നീ എനിക്ക് പറഞ്ഞു തന്നില്ല ഇത് നേരത്തെ? ഞാൻ മരിക്കാറായി, വേണ്ട സമയം, എൻ്റെ നല്ല സമയം തീർന്നു. മരിക്കുന്ന സമയത്ത് ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ മന്ത്രി പറഞ്ഞു, ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഇത് തരാൻ, ഈ ഒരു അറിവ് പറഞ്ഞു തരാൻ. അതായത് ഇദ്ദേഹം മന്ത്രി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാം ചെയ്തു, പക്ഷേ നിങ്ങൾ ഭഗവാനെ ആരാധിച്ചിട്ടില്ല, ഭക്തി സേവനങ്ങൾ ചെയ്തിട്ടില്ല, ഭക്തി ചെയ്തിട്ടില്ല. ഇതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അത് ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്തു, പക്ഷെ ഇത് മാത്രം ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങളൊന്നും നേടിയിട്ടില്ല. നിങ്ങളുടെ ജീവിതം വെറും പാഴായി പോയി. ഇയാൾക്ക് ആകെ വിഷമമായി. ഇനി ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ മന്ത്രി പറഞ്ഞു, ഇനിയുള്ള സമയം നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള സമയം നിങ്ങൾ ഭഗവാന്റെ നാമം ജപിച്ചു തുടങ്ങും എന്ന് പറഞ്ഞ് നാമം ജപിക്കാനും, പിന്നെ ഇദ്ദേഹം അടുത്തിരുന്നിട്ട് ശാസ്ത്രങ്ങൾ വായിച്ചു കൊടുക്കുകയാണ്. ഭഗവത്ഗീത, ഭാഗവതമൊക്കെ രാജാവിന് വായിച്ചു കൊടുക്കുന്ന ഒരു സർവീസ് ചെയ്യുകയാണ്. അങ്ങനെ അവസാനം ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ടും ആ സാധു അത്രയും വർഷം ആ ഒരു രാജ്യത്തും ആ വീട്ടിലും ഉണ്ടായിരുന്നതിന്റെ മഹാകാരുണ്യം കൊണ്ട് ഇത്രയും, അതായത് ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ ഭക്തി ചെയ്യാത്ത ഒരു വ്യക്തി അവസാന സമയത്ത് ഭഗവാന്റെ നാമം ജപിച്ച് അദ്ദേഹത്തിന് ലോകം വിടാൻ, ശരീരം വിടാനുള്ള മഹാസൗഭാഗ്യം കിട്ടി. അപ്പോൾ ഈ ഒരു കഥ ആക്ച്വലി ഈ രാജാവിനെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. കാര്യം നമുക്കറിയില്ല ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന്. എല്ലാവരും നെട്ടോട്ടം ഓടുവാണ്. കുട്ടികളോട് ചോദിച്ചാൽ എന്താണ് ഡ്രീം എന്ന് ചോദിച്ചാൽ പറയും ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. എന്തിനാ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം? കുറെ പൈസ ഉണ്ടാക്കാൻ. പൈസ ഉണ്ടാക്കിയിട്ട് എന്തിനാണ്? കാറ് വാങ്ങിക്കണം, പുതിയ വീട് പണിയണം, അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ആർക്കും അറിയില്ല എന്താണ് ഈ മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഈ മനുഷ്യജന്മം ഭഗവാൻ വെറുതെ തന്നിട്ടുള്ളതല്ല. നമ്മളിത് വേണ്ട രീതിയിൽ യൂസ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഈ രാജാവിന് സംഭവിച്ചതുപോലെ തന്നെ, അതേപോലെ തന്നെ മഹാവിഡ്ഢികളാണ് നമ്മളും. കാര്യം വേണ്ടതിന് ഉപയോഗിക്കാതെ നമ്മൾ പാഴാക്കിക്കൊണ്ടുവരികയാണ്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. കാര്യം ശാസ്ത്രങ്ങളിൽ പറയുന്നു, ജലജ നവലക്ഷാണി സ്ഥാവര ലക്ഷ വിംശതി കൃമയോസ് രുദ്രസംഖ്യായാം പക്ഷിനാം ദശലക്ഷണം ത്രിംശാൽ ലക്ഷാണി പശവ ചതുർലക്ഷാണി മാനവ. അതായത് 84 ലക്ഷം സ്പീഷീസ്, അല്ലെ, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സ്പീഷീസ് ആണ് ഈ ലോകത്ത് ഉള്ളത്. അതിൻ്റെ അർത്ഥം 84 ലക്ഷം ആളുകൾ എന്നല്ല, അല്ലെങ്കിൽ 84 ലക്ഷം ജീവജാലങ്ങൾ എന്നല്ല, 84 ലക്ഷം വെറൈറ്റീസ് ഉള്ള സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ശാസ്ത്രങ്ങളിൽ പറയുന്നതാണ്. ഈ 84 ലക്ഷത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്തിനെ ആസ്പദമാക്കിയിട്ടാണെന്ന് വെച്ചാൽ ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ട്. ക്യുസിൽ ചോദിച്ച ചോദ്യം, സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്ന് പറയുന്ന ഈ 3 ഗുണങ്ങൾ നമ്മളെല്ലാവരിലും ഉണ്ട്. അപ്പോൾ ഈ ഗുണങ്ങൾ നമ്മളിൽ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും, ഇപ്പം മൃഗങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും അല്ലെങ്കിൽ മരങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഈ ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ഡിവിഷൻ നടന്നിട്ടുള്ളത്. ഈ 84 ലക്ഷം സ്പീഷീസിൽ വെച്ച് ആദ്യം പറയുന്നു ജലജാനവ ലക്ഷാണി, അതായത് 9 ലക്ഷം വെള്ളത്തിലുള്ള ജീവജാലങ്ങൾ, അത്രയും ടൈപ്പ് ഓഫ് എണ്ണമല്ല സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. സ്ഥാവര ലക്ഷ വിംശതി, 20 ലക്ഷത്തോളം ഈ പറയുന്ന മരങ്ങളും ചെടികളും ഉണ്ട്. പിന്നെ 11 ലക്ഷത്തോളം ഈ കൃമികളും പുഴുകളും ആ ഒരു സ്പീഷീസിൽ ഉണ്ട്. പിന്നെ 30 ലക്ഷത്തോളം പശു എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പശു മാത്രമല്ല, മൃഗങ്ങളെല്ലാം കൂടിക്കഴിഞ്ഞാൽ ഏകദേശം 30 ലക്ഷം. അവസാനം വരുന്നത് ചതുർലക്ഷാണി മാനവം, 4 ലക്ഷമേ മനുഷ്യർ, അല്ലെങ്കിൽ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഈവൻ ദേവന്മാരും വരും. ഈ ഒരു രൂപത്തിൽ ഉള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഉള്ള ആളുകൾ, സ്പീഷീസ് ആകെ 4 ലക്ഷം. ഈ 4 ലക്ഷം ഏകദേശം എണ്ണമല്ല, നേരത്തെ വീണ്ടും പറയുന്നു അതായത് ഡിവിഷൻ എങ്ങനെയാണ്? ഈ ഗുണങ്ങൾ അനുസരിച്ചുള്ള ഡിവിഷനാണ്. അപ്പൊ ഇതിൽ ദേവന്മാരും ഈ 4 ലക്ഷത്തിൽ പെടും. ദേവന്മാർക്ക് സത്വഗുണം കൂടുതലാണ്, നമ്മൾ ഭൂമിയിലുള്ളവർക്ക് രജോ ഗുണം തമോ ഗുണമാണ് കൂടുതൽ. അങ്ങനെ ഡിവിഷൻസ് അങ്ങനെയാണ്. ഈവൻ രാക്ഷസന്മാര്, അസുരന്മാർ, ഇതൊക്കെ ഈ കാറ്റഗറിയിൽ വരും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും 4 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ ഈ 84 ലക്ഷത്തിൽ 4 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാത്തമാറ്റിക്സ് നോക്കുവാണെങ്കിൽ വെറും 4.7% പ്രോബബിലിറ്റിയേ ഉള്ളൂ ഒരു മനുഷ്യ ശരീരം ലഭിക്കാൻ, അല്ലെങ്കിൽ ഈ 4 ലക്ഷത്തിന്റെ കാറ്റഗറിയിൽ വരാൻ. അപ്പോൾ ആലോചിച്ച് നോക്ക്, എത്രയും റെയർ ആണ് ഒരു മനുഷ്യജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള ഒരു പ്രയാണമല്ല നമ്മൾ ഈ ലോകത്ത്. ഈ ഭൗതിക ലോകം ഭഗവാൻ സൃഷ്ടിച്ചു. ഈ ഒരു ബ്രഹ്മാണ്ടത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ശാസ്ത്രത്തിലെ കണക്ക് പ്രകാരം ഇപ്പോൾ ഏകദേശം ബ്രഹ്മാവിന്റെ 50 വയസ്സോളം ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ 100 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് പ്രകാരം 311 ട്രില്യൺ. എത്ര പൂജ്യങ്ങളുണ്ടെന്ന് കുട്ടികൾ പൂജ്യമിട്ട് നോക്കിക്കോളൂ. ട്രില്യൺ എത്ര പൂജ്യമുണ്ടെന്ന്. 311 ട്രില്യൺ 40 ബില്യൺ വർഷങ്ങളാണ് ബ്രഹ്മാവിന്റെ ആയുസ്. അതിൽ ഏകദേശം പകുതി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ബ്രഹ്മാണ്ടത്തിലെ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിയുകയാണെങ്കിൽ അത്രയുമെങ്കിലും കാലമായിട്ടുണ്ട് നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തിൽ 100%. കാരണം സൃഷ്ടി നടക്കുമ്പോൾ ജീവജാലങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും മനുഷ്യരായിക്കൊള്ളുന്നില്ല. കഴിഞ്ഞ ജന്മങ്ങളിലെ ആ ഒരു കർമ്മത്തിന്റെ ബേസിസിലാണ് നമുക്ക് അടുത്ത ബോഡി കിട്ടുന്നത്. ഇതനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ട്രാൻസ്മൈഗ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ശരീരത്തിൽ നിന്ന് വേറെ ശരീരം, വേറെ ശരീരത്തിൽ നിന്ന് വേറെ ശരീരത്തിലേക്ക്. അങ്ങനെ ഇതിനു മുമ്പും നമുക്ക് മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഇന്ദ്രനായിട്ടുണ്ടാവും, ചന്ദ്രനായിട്ടുണ്ടാവും, സൂര്യദേവനായിട്ടുണ്ടാവും. ഈ പൊസിഷനൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവസാനം ഇപ്പോൾ പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ മൃഗങ്ങളായിട്ടുണ്ടാവും, കൃമി ആയിട്ടുണ്ടാവും, ചെടിയായിട്ടുണ്ടാവും, മരങ്ങളായിട്ടുണ്ടാവും. എല്ലാ സ്പീഷീസിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും നമ്മൾ. കാര്യം അത്രയും വർഷങ്ങളായി നമ്മളെല്ലാവരും ഇവിടെ. ഒരിക്കൽ ദ്വാരകയിൽ കൃഷ്ണനും രുക്മിണി ദേവിയും കൂടി ഇരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് പേഴ്സണലി സംസാരിച്ചു കൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു ചെറിയൊരു ഉറുമ്പ്, വലിയൊരു ഉറുമ്പ് അത് കൂടെ നടന്നു പോകായിരുന്നു. ഈ ഉറുമ്പിനെ കണ്ട് കൃഷ്ണൻ ചിരിക്കുകയാണ്. രുക്മിണി ദേവി ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ ഉറുമ്പിനെ കണ്ട് ചിരിക്കുന്നത്, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, നിനക്കറിയോ 7 പ്രാവശ്യം ദേവേന്ദ്രനായതാണ് ഈ ഉറുമ്പ്. ഇപ്പോൾ ഇതാ ഉറുമ്പായി നടക്കുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മളുമായിട്ടുണ്ടാവും, നമ്മളും ദേവേന്ദ്രനൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ വേണ്ട കാര്യത്തിന് വേണ്ടി ഈ ഒരു മനുഷ്യജന്മം ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു ബോഡി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? അതായത് ശരിയെ ശരിയായിട്ടും തെറ്റിനെ തെറ്റായിട്ടും വേർതിരിച്ചറിയാവുന്ന കഴിവിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. നമുക്കിപ്പോഴും അറിയില്ല എന്താണ് ശരി, എന്താണ് തെറ്റ്. അപ്പോൾ ഈ ശരിയും തെറ്റും എവിടെ നിന്ന് പഠിക്കാൻ പറ്റും? അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെ നമുക്ക് എങ്ങനെ ഷാർപ്പൻ ചെയ്യാൻ പറ്റും? പെൻസിൽ ഷാർപ്പൻ ചെയ്യുന്ന പോലെ ബുദ്ധിയെ ഷാർപ്പൻ ചെയ്യണം നമ്മൾ, എന്നാലേ കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഇതാണ്, ഈ ഒരു മെസ്സേജാണ് നമുക്ക് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നമ്മൾ നമ്മുടെ ഈ ജീവിതത്തെ, ഈ ഒരു മനുഷ്യ ജന്മത്തെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, മറ്റുള്ള ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു അഡ്വാൻസ്ഡ് ഇന്റലിജൻസ് കിട്ടിയിട്ടുള്ള നമ്മളെ പോലുള്ള ആളുകൾ ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ നമുക്ക് സമയമില്ല. നമ്മളെല്ലാവരും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ വ്യാപൃതരാണ്. ഭഗവാന്റെ കാര്യം വരുമ്പോൾ സമയമില്ല. എനിക്ക് ജോലിക്ക് പോകണം, ആ റെസ്പോൺസിബിലിറ്റി എല്ലാം ഉണ്ട്. ഒരു 10 മിനിറ്റ് ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് നാമം ജപിക്കാൻ സമയമില്ല. നമ്മൾ മറക്കുകയാണ് ചെയ്യുന്നത്. ഈ മനുഷ്യ ശരീരം തന്നതും ഭഗവാനാണ്. നമ്മൾക്ക് ഇവിടെ ജീവിക്കാനുള്ള വായു തരുന്നതും ഭഗവാനാണ്, വെള്ളം തരുന്നതും ഭഗവാനാണ്, എല്ലാം സപ്ലൈ ചെയ്യുന്നതും ഭഗവാനാണ്. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ മറന്നു പോയിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് ഈ മനുഷ്യജന്മം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. പറയുന്നു ശാസ്ത്രങ്ങളിൽ, ആഹാര നിദ്ര ഭയം മൈഥുനം ച സാമാന്യമേതാത് പശുഭി നരാണാം ധർമ്മോ ഹി തേഷാം അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭി സമാനം. അതായത് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകമാണ്. ഇതിൽ പറയുന്നു 4 ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ 4 കാര്യങ്ങൾ. എന്താണ്? ആഹാര, കഴിക്കുക എന്നുള്ളത്, നിദ്ര, ഉറക്കം, ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾ വരുമ്പോൾ നമ്മൾ തിരിച്ച് പ്രതിരോധം ചെയ്യുന്നു, ഡിഫെൻഡ് ചെയ്യുന്നതിനെ. അതേപോലെ മൈഥുനം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷരും തമ്മിലുള്ള ആ ഒരു ബന്ധം. ഈ 4 കാര്യങ്ങൾ
മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ശരിയാണോ? അവരും ഉറങ്ങുന്നുണ്ട്, അവരും കഴിക്കുന്നുണ്ട്, മൈഥുനം അവരും സ്ത്രീ പുരുഷരും തമ്മിലുള്ള ആ സ്പീഷീസിലുള്ള തമ്മിലുള്ള ബന്ധം നടക്കുന്നുണ്ട്, റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ എന്താണ് ഡിഫെൻഡിങ്ങും, അതായത് ശത്രുക്കൾ ടെറിട്ടറിയിൽ കയറി കഴിഞ്ഞാൽ അവർ ഡിഫെൻഡ് ചെയ്യും, അല്ലെ? നമ്മുടെ ഡിഫൻസ് ചിലപ്പോൾ തോക്കെടുത്തിട്ടായിരിക്കില്ല, വാക്കുകൊണ്ടായിരിക്കും മനുഷ്യർ ഡിഫെൻഡ് ചെയ്യുന്നത്, പക്ഷെ ഡിഫൻസ് ഉണ്ട്. ഈ 4 ആക്ടിവിറ്റീസും മനുഷ്യർക്കും അതേപോലെ തന്നെ മൃഗങ്ങൾക്കും കോമൺ ആണ്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് കോമൺ ആണ് എന്ന് പറഞ്ഞതിന് ശേഷം അവസാനത്തെ 2 വരിയിൽ പറയുന്നു ധർമ്മോഹി തേഷാം അധികോ വിശേഷോ, അതായത് ധർമ്മം ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധർമ്മേന ഹീന പശുബി സമാനം, അതായത് ധർമ്മം ചെയ്തില്ലെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നത്. അതായത് മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ വേർതിരിപ്പിക്കുന്നത് ഈ 4 കാര്യങ്ങളല്ല. കാര്യം അത് കോമൺ ആണ്. അവര് വഴിയിൽ കിടന്നുറങ്ങുന്നു, നമ്മൾ ഡൺലപ്പിന്റെ ബെഡിൽ കിടക്കുന്നു, ഇത്രയുള്ള വ്യത്യാസം. നമ്മൾ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇരുന്ന് നല്ല പ്ലേറ്റിൽ കഴിക്കുന്നു, അവര് വഴിയിൽ ഇട്ട് കൊടുത്താൽ മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. അതേപോലെ മൈഥുനമാണെങ്കിൽ നമ്മൾ വീടിനകത്ത് ബെഡ്റൂമിൽ, അവര് വഴിയിൽ. അതേപോലെ ഡിഫൻസ് ആണെങ്കിൽ നമ്മൾ വാക്കുകൊണ്ടും പല രീതിയിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നു, ചിലപ്പോൾ ആയുധം ഉപയോഗിച്ചും ഡിഫെൻഡ് ചെയ്യുന്നു, അവർ അവരുടെ കൈയും ഉപയോഗിച്ചും കാലും ഉപയോഗിച്ചും ഡിഫെൻഡ് ചെയ്യുന്നു. എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ എവിടെയാണ് വ്യത്യാസമുള്ളത്? ധർമ്മം ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി മൃഗങ്ങൾക്കില്ല, മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. എന്താണ് ധർമ്മം? ധർമ്മം എന്ന് പറഞ്ഞ സിമ്പിൾ ഡെഫിനേഷൻ ആണ്. അതായത് ഭക്തി എന്ന് പറയുന്നതിനെ ധർമ്മം എന്ന് വിളിക്കാം. അതായത് പരസ്പരം സ്നേഹിക്കുക, നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കുക, എല്ലാവരും യൂണിറ്റിയോടുകൂടി മുന്നോട്ട് പോവുക, കൂട്ടത്തിൽ ഭഗവാന്റെ നാമം ജപിച്ച് ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക. ഇതാണ് ധർമ്മം. ഭാഗവതം പറയുന്നു സവൈ പുംസ പരോ ധർമ്മ യഥോ ഭക്തിർ അധോക്ഷജേ. പരമമായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ ഭക്തിർ, യഥോ ഭക്തിർ അധോക്ഷജേ. ഭഗവാൻ കൃഷ്ണനെ, ഭഗവാൻ വിഷ്ണുവിനെ, ഭഗവാൻ നാരായണനെ നമ്മൾ ഭജിക്കുന്നത് അല്ലെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നത്, അതാണ് പരമമായിട്ടുള്ള ധർമ്മം, പരോധർമ്മം എന്ന് വിളിക്കുന്നത്. ഭാഗവതത്തിലെ ശ്ലോകമാണ് 1, 2, 6. അതായത് പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. പരമമായിട്ടുള്ള ധർമ്മം എന്നാണ്, ഭക്തിയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ഭക്തിയുത സേവനങ്ങൾ, ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഭഗവത്ഗീത ക്ലാസ്സിൽ മൃഗങ്ങളെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവോ? ഇല്ല. ചെടികൾക്കും അതേപോലെ മരങ്ങൾക്കും സാധിക്കുകയില്ല. നമുക്കത് കേൾക്കാൻ മനസ്സിലാക്കാനും കഴിവുണ്ട്, ഭഗവാൻ തന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മനുഷ്യജന്മത്തെ എന്തിനാണോ ഭഗവാൻ തന്നിട്ടുള്ളത് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യണം. കാര്യം നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. വീട്ടിലെ കാര്യം നോക്കണം, ജോലിക്ക് പോകണം, പൈസ സമ്പാദിക്കണം, ഇതൊക്കെ ആവശ്യമാണ്, 100% ആവശ്യമാണ്. കൂട്ടത്തിൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ ഭഗവാന്റെ സേവനത്തിലേക്ക് നമ്മൾ കണ്ടെത്തണം. കാര്യം 24 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. 24 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മിനിറ്റുകളുണ്ട്. 1500 മിനിറ്റുകളേക്കാൾ കൂടുതൽ മിനിറ്റുകൾ ഒരു ദിവസം നമുക്കുണ്ട്. അതിലെ ഒരു 30 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുമോ? അതിന് സമയമില്ല എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമ്മളെപ്പോഴും സത്സംഗത്തിന് പോകാൻ അല്ലെങ്കിൽ നാമം ജപിക്കാനോ അമ്പലത്തിൽ പോകാനോ പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല, ആ കാര്യത്തിന് സമയമില്ല എന്ന് പറയും. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. സിനിമയ്ക്ക് പോകാൻ സമയമുണ്ട്, ന്യൂസ് പേപ്പർ വായിക്കാൻ സമയമുണ്ട്, ബാക്കി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട്, ടൂറിന് പോകാൻ സമയമുണ്ട്. ഒരു 10 മിനിറ്റ് ഈ ശ്വാസം തരുന്ന ഭഗവാനും വെള്ളം തരുന്ന ഭഗവാനും ഭക്ഷണം തരുന്ന ഭഗവാനും ഓർക്കാൻ സമയമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഭഗവാനോട് ചെയ്യുന്ന ഏറ്റവും മോശമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചിന്തിച്ചു. ഇതെല്ലാം സപ്ലൈ ചെയ്യുന്ന ആ വ്യക്തിയെ നമ്മൾ മറക്കുവാണ്. നല്ലൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഒരു കുട്ടിയെ പഠിപ്പിച്ച് വളർത്തി നല്ല ജോലി കിട്ടി, ആ കുട്ടി എല്ലാം വലിയൊരാളായി, അല്ലെങ്കിൽ ഗൂഗിളിന്റെ CEO ആയി, അല്ലെങ്കിൽ ഈ ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഏറ്റവും വലിയ ഡോക്ടറായി കഴിഞ്ഞു. അച്ഛനമ്മയും തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും എത്ര വിഷമം ഉണ്ടാവും? ചിന്തിച്ചു നോക്കും. നമുക്കാണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ മക്കളെ പഠിച്ച് വളർത്തി, പക്ഷെ തിരിഞ്ഞു നോക്കുന്നില്ല. അവരെ വലിയ പൊസിഷനിലെത്തി, പക്ഷെ അച്ഛനമ്മയും താമസിക്കുന്നത്
വൃദ്ധസദനത്തിൽ. അങ്ങനെയാണെങ്കിൽ അച്ഛനമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. അതേപോലെ ഭഗവാൻ കൃഷ്ണൻ ഇതെല്ലാം നമുക്ക് തന്നിട്ട് അദ്ദേഹത്തിന് എത്ര വിഷമം ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ ഭയങ്കരം അല്ലേ? അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. ആരും ഇവിടെ സന്യാസി ആവേണ്ട ആവശ്യമില്ല. ഭഗവത്ഗീതയിലെ മെസ്സേജ് അതല്ല. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് അർജുനനോട് എന്താണ്? അദ്ദേഹം പറയുന്നത് തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച മയി അർപ്പിത മനോബുദ്ധിർ. അതായത് ഭഗവാൻ പറയുന്നു അർജുനനോട്, നീ എപ്പോഴും സദാസമയം എന്നെ ഓർത്തുകൊണ്ട് നീ യുദ്ധം ചെയ്യും. കാര്യം അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുന്നത് യുദ്ധക്കളത്തിൽ വെച്ചാണ് അല്ലെ? നമ്മൾ ആരും അർജുനന്റെ പോലെ അവിടെ അമ്പും വില്ലും എടുത്തിട്ടോ അല്ല നിൽക്കുന്നത്. പക്ഷെ നമ്മൾ അതേപോലെ ഒരു യുദ്ധത്തിലാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. നമ്മളും പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു യുദ്ധം പോലെയാണ്. പക്ഷെ കുരുക്ഷേത്ര യുദ്ധം ആ ഒരു സെറ്റപ്പ് അല്ല എന്ന് മാത്രം. അവിടെ അർജുനോട് പറഞ്ഞത് എന്നെ ഓർത്തുകൊണ്ട് മനസ്സ് മൈ അർപ്പിത മനോബുദ്ധി, നിന്റെ മനസ്സും ബുദ്ധിയും എന്നിൽ സമർപ്പിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്തോളൂ, നിനക്ക് വിജയം ഉണ്ടാവും അർജുന. ഇതാണ് പറഞ്ഞത്. നമ്മളോടുള്ള ഉപദേശമാണ്. അർജുനനോട് പറഞ്ഞ ഉപദേശം ശരിക്കും നമുക്കുള്ള ഉപദേശമാണ്. നമ്മളെല്ലാവരും അതേപോലെ ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു ലൈഫ് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സിമ്പിൾ പ്രോസസ്സാണ് ഭഗവാൻ പറയുന്നത്. അവിടെ അർജുനനോട് ഇതെല്ലാം നിർത്തി നീ സന്യാസം എടുക്കാനല്ല പറയുന്നത്. ചെയ്യുന്ന ജോലി നീ ചെയ്യൂ, നിന്റെ ഡ്യൂട്ടീസ് നീ ചെയ്യൂ, പക്ഷേ ഭഗവാനെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ എന്നിൽ ബുദ്ധിയും നിന്റെ മനസ്സും സമർപ്പിച്ചുകൊണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഭഗവാനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി കൊണ്ടുവന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ജോലിക്ക് പോവാം, ഭഗവാനെ സമർപ്പിക്കാം. ഭഗവാനാണ് നമുക്ക് അതിനുള്ളൊരു അവസരം തരുന്നത്. പ്രാർത്ഥിക്കാം ഭഗവാനോട് 5 മിനിറ്റ്. അതേപോലെ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്നു, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് പരീക്ഷ നല്ല എഴുതാൻ പറ്റുന്നു, പഠിക്കാൻ സാധിക്കുന്നു, വലിയ ആളാവാൻ സാധിക്കുന്നു. ഒക്കെ 5 മിനിറ്റ് നമുക്ക് സമയം കിട്ടില്ലേ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ? അപ്പോൾ ഇങ്ങനെ അർജുനോട് പറയുന്ന ഉപദേശം നമുക്കുള്ള ഉപദേശം, ജീവിതത്തിൽ ഭഗവാനെ കൊണ്ടുവരിക, വേറെ ഒന്നും ചെയ്യേണ്ട, അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തെറ്റുകൾ ചെയ്യാതെയാവും. ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്യാൻ നമുക്ക് തോന്നില്ല. തെറ്റ് ചെയ്യുന്ന എങ്ങനെ ഭഗവാനെ സമർപ്പിക്കാന്ന് ചിന്തിക്കും. ഇപ്പോൾ നമുക്കത് തെറ്റായിട്ട് തോന്നാത്ത കാര്യം പോലും നമ്മൾ ചെയ്യാതെയാവും. അപ്പോൾ അങ്ങനെ പാപകർമ്മങ്ങൾ ചെയ്യാതെയാവും, നാച്ചുറലി നമ്മൾ ചെയ്യാതെയാവും. മാത്രമല്ല ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് വേർതിരിവ് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ശരിയെ നമ്മൾ സ്വീകരിച്ച് തെറ്റിനെ മാറ്റി ഭഗവാൻ പറയുന്നതനുസരിച്ച് ഭഗവാനെ ഓർക്കാനാണ് ഭഗവാൻ പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് സമർപ്പിക്കാനാണ് പറയുന്നത്. ഈ സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ല. അതായത് ഈ ഒരു കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ്. ഭാഗവത്തിൽ പറയുന്നുണ്ട്, കലേർ ദോഷ നിധേ രാജൻ അസ്ഥിഹി ഏകോൻ മഹാഗുണ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരംപ്രജേത്. അതായത് ഈ കലിയുഗം ഈസ് കൺസിഡേർഡ് ടു ബി ദ ഓഷ്യൻ ഓഫ് ഫോൾട്ടുകൾ. നേരത്തെ ഗോപാൽ ഗുരു പറഞ്ഞ പോലെ കലിയുഗത്തിലെ ക്വാളിറ്റീസ് പറഞ്ഞു, പ്രായേണാൽ പായുഷ സഭ്യ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് കലിയുഗത്തിൽ. പക്ഷെ ഓഷ്യൻ ഓഫ് ഫോൾട്ടുകളുടെ സമുദ്രമാണ്. പക്ഷേ അസ്ഥിഹി ഏകം മഹാഗുണം, എന്നാൽ ഒരു മഹാഗുണമുണ്ട്. ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജനോട് പറയുന്നു ഭാഗവതത്തിൽ, എന്താണ് ഈ മഹാഗുണം? കീർത്തന ദേവ കൃഷ്ണസ്യ, ഭഗവാൻ കൃഷ്ണന്റെ കീർത്തനം, അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ നാമം ചൊല്ലുകയാണെങ്കിൽ, നാമം ജപിക്കുകയാണെങ്കിൽ മുക്തസംഗ പരംപ്രജേത്, എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കും. മാത്രമല്ല ഈ ഭൗതിക ലോകത്തിൽ നിന്നേ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സിമ്പിൾ പ്രോസസ്സാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഭഗവാനെ ഓർക്കാൻ, സമർപ്പിക്കാൻ. ആ സമർപ്പിക്കാനും ഓർക്കാനും ഏറ്റവും നല്ല മാർഗം ഭഗവാന്റെ നാമം ജപിക്കുക, ആദ്യത്തെ. രണ്ടാമത്തെ എന്താണ്? ശാസ്ത്രങ്ങൾ പഠിക്കുക. ഭഗവത്ഗീത, ഭാഗവതം, നിത്യം ഭാഗവത സേവയ എന്നാ പറയുന്നത്. എന്നും പാരായണം ചെയ്യണം, എന്നും വായിക്കണം, എന്നും പഠിക്കണം, എന്നിട്ട് ചർച്ച ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്തരുമായിട്ട് ചർച്ച ചെയ്യുക. ഇത് നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുവാണെങ്കിൽ, ഒരു അരമണിക്കൂർ സമയമെങ്കിലും നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ, 24 മണിക്കൂറിലെ
അരമണിക്കൂർ സമയം നമ്മൾ മാറ്റിവെച്ച് എന്നും ഇതൊരു ചിട്ടയോട് കൂടിയിട്ട് 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വളരെ ചിട്ടയോടുകൂടി കഴിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു ചിട്ട കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറുന്നത് നമ്മൾക്ക് നേരിട്ട് കാണാം, അനുഭവിക്കാൻ സാധിക്കും. ഞാനും ജോലി ചെയ്യുന്ന ആളാണ്. കാലത്ത് 7:30 വർക്കിന് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി വരെ ഓഫീസിലായിരിക്കും. ആ സമയത്ത് ജോലി ചെയ്യുന്നു. പക്ഷെ ബാക്കി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വേറെ കാര്യങ്ങൾ, എന്തെങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഹരകൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്കോൺ നമുക്ക് തന്നിട്ടുള്ളത്. ശില പ്രഭുപാദിയുടെ മഹാകാരുണ്യം കൊണ്ട്. അപ്പോൾ ഇവിടെ ഈ ഇസ്കോൺ കൊച്ചിയിൽ എക്സ്റ്റൻഷൻ സെന്ററിലും നമുക്കതിനുള്ള അവസരമുണ്ട്. ഒരുപാട് ഗീത ക്ലാസ്സസ് നടക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികളുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഗീത റിസിറ്റേഷൻ മാത്രമല്ല, ക്ലാസ്സുകളും. അതേപോലെ തന്നെ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ ഗ്രേസ് ഗോപാൽ ഗുരു പ്രഭുവിന്റെ നേതൃത്വത്തിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുള്ളത് നഷ്ടപ്പെടാതെ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള, രാജാവിന് മിസ്സിംഗ് ആയിട്ടുള്ള ആ ഒരു കാര്യം നമുക്ക് ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്ത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, യം വാപി സ്മരൺ ഭവൻ ത്യജതന്തേ കലേവരം തം തം ഏവൈതി കൗന്ദേയ സദാ തദ് ഭാവഭാവിത. അതായത് ഭഗവാൻ പറയുന്നു, മരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ നമ്മുടെ മനസ്സിലുള്ളത്, അതനുസരിച്ചിട്ടാണ് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകും, അല്ലെങ്കിൽ എന്ത് ശരീരം കിട്ടുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നു, എന്നെ കുറിച്ച് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ആധ്യാത്മിക ലോകത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് വരുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ശ്ലോകത്തിൽ 2 ശ്ലോകത്തിലായിട്ട് പറയുന്നു. നേരെ മറിച്ച് നമ്മൾ ആ സമയത്ത് വേറെ എന്തെങ്കിലും ആലോചിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മത്സ്യമാംസം കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. അതിന് മരിക്കാൻ നേരത്തെ ചിലവർ പറയും, ബിരിയാണി കോഴി ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹം. ഇതാണ് അന്ത്യ അഭിലാഷം. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവസാനം വല്ല പുലിയും സിംഹമായിട്ട് ജനിക്കേണ്ടി വരും. കാര്യം അവിടെ ആകുമ്പോൾ ഫ്രീ ആയിട്ട് മീറ്റ് കിട്ടും, അല്ലേ? ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ഹണ്ട് ചെയ്ത് കഴിക്കാം. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും മനസ്സിലുള്ള ചിന്തകളും ശരിയല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നല്ലത് സംഭവിക്കണമെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് ഈ ലോകം വിട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അവിടേക്ക് എത്തണമെങ്കിൽ ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് നാമജപവും ശാസ്ത്ര പഠനവും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അത് യൂസ് ചെയ്യുന്നത് ബുദ്ധിയുള്ളവരാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുക, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രം ആയില്ല. കാര്യം വീട്ടിൽ കുട്ടികൾ മാത്രം ഗീത പഠിച്ചുകൊണ്ടാവുന്നില്ല, പാരൻസിനും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാര്യം കുട്ടികൾ എന്ത് കണ്ടാണ് പഠിക്കുന്നത്? പാരൻസ് എന്ത് ചെയ്യുന്നു, അവർ ചെയ്യുന്നത് നോക്കിയിട്ടാണ് കുട്ടികൾ ഫോളോ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ വീട്ടിലെ എല്ലാവരും ചേർന്ന് നാമം ജപിക്കാനിരിക്കുകയാണെങ്കിൽ, എല്ലാവരും ചേർന്ന് ഗീത പഠനം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വായിക്കുന്നുണ്ടെങ്കിൽ, കുട്ടികൾ നാച്ചുറലി അവർക്ക് തോന്നും, അച്ഛനും അമ്മയും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും ചെയ്യണം. ആ ടെൻഡൻസി കുട്ടികളിലേക്ക് വളർത്താൻ സാധിക്കും. അല്ലാതെ അച്ഛനും അമ്മയും TV കണ്ടുകൊണ്ടിരിക്കുന്നു, കുട്ടികളോട് പറയുന്നു നീ അപ്പുറത്ത് പോയിട്ട് ഗീത പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കുട്ടി പഠിക്കുന്ന പറയുന്നത്? നടക്കണ കാര്യമല്ല, അത് നടക്കണ കാര്യമില്ല. അപ്പോൾ കുട്ടികൾ കുറച്ച് വലുതായി ചോദിക്കും, എന്തുകൊണ്ട് അച്ഛനമ്മയും ചെയ്യുന്നില്ല, ഞങ്ങൾ മാത്രം? അപ്പോൾ പ്രഹ്ലാദ് മഹാരാജ് പറയുന്നു ഭാഗവതത്തിൽ, അതായത് കൗമാരം ആചരിത് പ്രാജ്ഞോ, അതായത് കൗമാര പ്രായത്തിൽ തന്നെ ഭക്തിയുത സേവനങ്ങൾ പരിശീലിച്ച് തുടങ്ങണമെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ല ട്രെയിനിങ് ആണ്, സംശയമില്ല. കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഭഗവത്ഗീത പഠിക്കാനും നാമജപിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം ഇപ്പോൾ വലുതായിട്ട് ഇരിക്കുന്ന ആൾക്കാർ, അഡൽട്സ് ആയിട്ടുള്ള നമ്മളെ പോലെയുള്ള ആളുകൾ അതൊന്നും ചെയ്യേണ്ട. പ്രായമായിട്ട് ആ രാജാവിൻ്റെ പോലെ കിടക്കുന്ന സമയത്ത്, അതായത് മരണക്കിടയിൽ കിടക്കുമ്പോൾ ഭഗവാനെ ഓർക്കാം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. നമ്മൾ പറയുന്ന പഴഞ്ചൊല്ല് പോലെ ചൊട്ടയിലെ ശീലം ചുടല വരെ, നമ്മൾ എന്താണോ പരിശീലിക്കുന്നത് അതാണ് അവസാനം ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ചിന്തയിൽ വരുന്നത്. അപ്പോൾ ഇപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും ഭഗവാന് വേണ്ടി മാറ്റിവെച്ച് ശാസ്ത്ര പഠനത്തിനും ഭഗവത്ഗീത അതുപോലുള്ള ശാസ്ത്രങ്ങൾ പഠിക്കാനുള്ള സമയം മുതിർന്നവരും കുട്ടികളും ഒരേപോലെ അതിനുവേണ്ടി സമയം കണ്ടെത്തുവാണെങ്കിൽ ജീവിതത്തിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. കാര്യം ഈ ലോകം വിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകലാണ് സക്സസ്. അത് നടക്കണമെങ്കിൽ ഭഗവാന്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വേണം, അല്ലേ? അതിന് സാധിക്കുന്നത് നാമജപത്തിലൂടെയും ശാസ്ത്ര പഠനത്തിലൂടെയും മാത്രമാണ്, വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ചെറിയൊരു അഭ്യർത്ഥന, അല്ലെങ്കിൽ വലിയൊരു അഭ്യർത്ഥനയാണ് എല്ലാവരോടും, ഈ ഒരു കാലത്ത്
കുട്ടികളെ സംബന്ധിച്ച് ഇല്ലീഗൽ കാര്യങ്ങളാണ് പലതും സ്കൂളുകളിൽ നിന്നും അവിടെ നിന്നും പഠിക്കുന്നത്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വഴി തെറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ലഹരി ഉപയോഗിക്കുന്നത്, കഞ്ചാവ്, കള്ള്, പിന്നെ മറ്റുള്ള മോശമായിട്ടുള്ള വീഡിയോ കാണൽ, ഇതൊക്കെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഉണ്ട്. ഇവരെ നമ്മൾക്ക് എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും? ഇതൊക്കെ തെറ്റാണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ എങ്ങനെ സാധിക്കും? ശാസ്ത്രത്തിലൂടെ, ഭഗവത്ഗീത ഭാഗവതത്തിലൂടെ ഇത് പഠിക്കുമ്പോൾ അതിലറിയാം, അതിൽ പറയുന്നുണ്ട് എന്ത് ശരി എന്ത് തെറ്റെന്ന്. അത് പഠിപ്പിച്ചു കൊടുക്കുക, കുട്ടികളെ നമ്മൾ കാണിച്ചു കൊടുക്കുക. മുതിർന്ന പാരൻസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ജീവിച്ച് അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതേപോലുള്ള ഇസ്കോൺ കൊച്ചി പോലുള്ള പ്രസ്ഥാനങ്ങൾ നമുക്ക് തരുന്ന അവസരങ്ങൾ, ഗീത പഠിക്കാനും അതേപോലെ മറ്റുള്ള ശാസ്ത്രങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ തരുന്നുണ്ട് അവസരങ്ങൾ. അപ്പോൾ ഈ ഒരു ചാൻസ് കളയാതിരിക്കുക. ദയവ് ചെയ്ത് നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ജീവിതത്തിൽ ഭഗവാനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ബാക്കി ഗൂഗിളിന്റെ CEO ആയിട്ടോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് മുഴുവനും നമ്മൾ വാങ്ങിച്ചുകൊണ്ടോ സക്സസ് ആവുന്നില്ല. കാര്യം മരിക്കുമ്പോൾ നമ്മളെല്ലാം ഉപേക്ഷിക്കുന്നു. രാജാവ് പോയതുപോലെ മുട്ടുസൂചി പോലും കൊണ്ടുപോകാതെ നമ്മൾ പോകാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഭക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശാശ്വതമായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു അസറ്റ് ആയിട്ട് നമുക്ക് വരും. നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവും. അതായത് ചിലപ്പോൾ വീണ്ടും മനുഷ്യജന്മം കിട്ടും, നല്ലൊരു ഭക്തനാവും, അവസാനം നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഇതെല്ലാം. അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കൂ, ഭഗവാനോട് പ്രാർത്ഥിക്കുക, കുറച്ച് സമയം ഭഗവാന് വേണ്ടി മാറ്റിവെക്കുക, നാമം ജപിക്കുക, ഭഗവത്ഗീത പഠിക്കുക. താങ്ക് യു. ഇത്രയും നേരം എല്ലാവരും ക്ഷമയോടുകൂടി ഇവിടെ ഈ ഒരു സത്സംഗത്തിൽ ഇരുന്നത് എനിക്കിരിക്കാനുള്ള അവസരം സാധിച്ചു. ഇത്രയും വരിഷ്ഠരായിട്ടുള്ള ഇവിടെ ഡിഗ്നിറ്ററീസ് ഉണ്ട്, അവരുടെ മുമ്പിൽ ഇരുന്ന് പറയാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. പക്ഷേ എന്നിരുന്നാലും ഡോക്ടറാണെങ്കിലും അദ്ദേഹമാണെങ്കിലും കുറേ ക്ഷമയോടുകൂടി ഇതെല്ലാം കേട്ടു. അപ്പോൾ ഇതെല്ലാം അവരും അവരുടെ ഇൻട്രൊഡക്ഷൻ സ്പീച്ചിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്തെന്ന് മാത്രം. അതിൻ്റെ ബേസ് ഓൾറെഡി അവർ പറഞ്ഞു. മാതാജി പറഞ്ഞത് എന്താണ് പറഞ്ഞത്? ഇന്നർ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച്. ഈ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗീത പഠനം, ശാസ്ത്ര പഠനം. അപ്പോൾ നാമജപം. അപ്പം നമ്മുടെ ഉള്ളിൽ മനസ്സിനെ നമ്മൾ ട്യൂൺ ചെയ്യുന്നു. പുറമെ നമ്മൾ വേഷം കെട്ടിയോണ്ട് മാത്രം ആവുന്നില്ല, ഉള്ളിലും കുറെ അഴുക്കുണ്ട്, അതിനെ തുടച്ചു മാറ്റാനുണ്ട്. അതിന് ഏറ്റവും നല്ല മാർഗമാണ് ഭഗവത്ഗീത പഠനവും നാമജപവും ഒക്കെ. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, हरे राम 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 हरे हरे. श्रीमद् भगवद गीता की जय. गीता जयंती महामहोत्सव की जय. जगत गुरु शिला प्रभुपाद की जय. थैंक यू. हरे कृष्ण.